ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയും അതുപോലെ നവീനും കൂടി ഇന്നത്തെ ദിവസം ഒരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുവാണ്. നീ കുടിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പം കഴിഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ബില്ല് കൊടുത്തിട്ട് പോയാലോ എന്ന് നവീൻ അനിയോട് ചോദിച്ചു. എടാ അതല്ല, ഞാൻ നിന്നോടൊരു കാര്യം പറയാനായിട്ട്, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വയലൻ്റ് ആവുമോടാ എന്നിങ്ങനെ നേരെ അനിയോട് നവീൻ ചോദിക്കുക. എടാ അത് ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് പരസ്പരം ചതിക്കാൻ കഴിയില്ലെന്നൊക്കെ നീ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. അല്ല, അത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പം ചിരിച്ചു നവീൻ. നീ എന്നോട് പറഞ്ഞു നന്ദുവിനെ നിനക്കിഷ്ടമാണ് എന്നുള്ള കാര്യം, അതവളോട് പറയാനും നീ എന്നോട് പറഞ്ഞായിരുന്നു. എന്നിട്ട് നീ അത് അവളോട് പറഞ്ഞായിരുന്നോ? നിന്നെ ഏൽപ്പിച്ച ജോലി നീ കൃത്യമായിട്ട് ചെയ്തില്ല. അപ്പോൾ അത് ശരിയാ, ഞാൻ ചെയ്തില്ല. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടടാ എന്ന് പറയുമ്പോൾ, എന്താ കാരണം? അത് പിന്നെ എടാ വേറൊന്നുമല്ല, ഞാനതെങ്ങനെ പറയുമെന്ന് ചോദിച്ചപ്പം, എടാ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കിടയിലെ ഒരു മറയും പാടില്ല. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളെ ഒരു സുഹൃത്തിനോട് പറയാം. അതാണ് സൗഹൃദത്തിൻ്റെ ബലം. അത് നിനക്കറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാടാ, അതുകൊണ്ട് ഇനിയൊന്നും ഞാൻ നിന്നോട് മറച്ചു വയ്ക്കുന്നില്ല. എനിക്കും അവളെ വലിയ ഇഷ്ടമാണ് എന്ന് അനി പറയുമ്പം, ആരുടെ കാര്യം പറയുന്നേ? അത് പിന്നെ നന്ദുവിനെ. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നവീൻ ഒന്ന് ചിരിച്ചു. അല്ല, നീ എന്താ ചിരിക്കണേന്ന് ചോദിച്ച് അനി. എടാ സത്യം ഞാൻ നിന്നോട് പറഞ്ഞത്, അനാമിക വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവളെൻ്റെ മനസ്സിൽ കയറിയതാണെന്ന് നവീനോട് പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുവാടാ എന്ന് നവീൻ ചോദിക്കുക. ഇവിടെയാണ് നിനക്ക് വീഴ്ച പറ്റിയത്. ഞാൻ നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിനക്കിത് എന്നോട് പറയാമായിരുന്നില്ലേ? എന്നിട്ട് നീ അതെന്നോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ നന്ദുവിൻ്റെ വീട്ടിൽ പോയി പെണ്ണാലോചിച്ചു. അതിൻ്റെ പിന്നാലെ ഈ ബന്ധത്തിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് കരുതി അമ്മയും പോയി പെണ്ണ് കണ്ടിരിക്കുക. ഇനി എങ്ങനെയാടാ ഞാൻ ഇഷ്ടപ്പെട്ട നന്ദുവിനെ വേണ്ടാന്ന് പറയുന്നത് എന്ന് നവീൻ അനിയോട് ചോദിക്കാം. നിനക്കറിയാവല്ലോ എൻ്റെ അമ്മയുടെ സ്വഭാവം. അമ്മ എനിക്ക് വേണ്ടിയിട്ടാ ഇങ്ങനൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്നത്. ആ അമ്മയെ ഇനിയും നിരാശപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റുമോടാ? എടാ ഇത് എനിക്ക് പറ്റിയൊരു പിഴവാ, ഉറപ്പായിട്ടും. ഇനി എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിനെ വിട്ടുതരാൻ എന്നെ കൊണ്ട് പറ്റില്ലടാ. അവളെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയെന്ന് നവീൻ അനിയോട് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വെപ്രാളോ വിമ്മിഷ്ടമോ ഒക്കെ. അല്ല, അവളുടെ അഭിപ്രായം എന്താണെന്ന് നീ ചോദിച്ചോ എന്ന് ചോദിച്ചപ്പം, അത് ഞാനിപ്പോൾ എന്ത് ചോദിക്കാനാ? അവൾക്കും എന്നെ ഇഷ്ടമോ, അല്ലാണ്ടിപ്പോൾ എന്താണെന്ന്. പിന്നെ നീ ഒരു പക്ഷേ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടായിരിക്കും അത് പറയാൻ അവൾക്കൊരു മടി എന്നൊക്കെ നവീൻ അനിയോട് പറഞ്ഞു. അല്ല, കല്യാണമൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും ചോദിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പരസ്പരം ഇഷ്ടമാണോ എന്ന് അറിയേണ്ട കാര്യവും ഇല്ലല്ലോ എന്നൊക്കെ നവീൻ ഇങ്ങനെ പറയാം. എനിക്കത് ഭയങ്കര വിഷമമാകുന്നുണ്ട്. ഉടനെ അവളുടെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടുകാരും കൂടെ ചേർന്ന് നിശ്ചയം നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ കല്യാണവും നടക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നീയും നിൻ്റെ വീട്ടുകാരും മുന്നിൽ നിന്ന് വേണം ഈ ഒരു കല്യാണം നടത്തി തരാനെന്ന് നവീൻ ഇങ്ങനെ പറയുന്നു. അളിയ, സമയത്തിനാടാ വില. പറയേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ പറയണം. അനാമികയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ നന്ദുവിനെ നിനക്ക് ഇഷ്ടമായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? അതെ. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് അനാമികയെ കെട്ടേണ്ടതായിട്ട് വന്നത്? നിൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയല്ലേ എന്ന് നവീൻ ചോദിച്ചു. പ്രണയിക്കുന്ന പലരുടെയും പ്രശ്നം ഇതാ. തുറന്നു പറയാൻ മടി കാണിക്കും തോറും ഇഷ്ടപ്പെട്ട പെൺകുട്ടി കൈവിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ എൻ്റെ അമ്മ എന്തായാലും സോൾവായി. നിൻ്റെ അമ്മയുടെ കാര്യം അത് അങ്ങനെയല്ലല്ലോ. അതുപോലെ തന്നെയാണ് നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം. അവർക്കാണെങ്കിലേ എന്നെ ഭയങ്കര ജീവനാണെന്നും അമ്മയും മുത്തശ്ശനും കൂടി പോയി കല്യാണാലോചന നടത്തിയതോടെ അവർ ഏതാണ്ട് എന്നെ മരുമകനായി കണ്ടു കഴിഞ്ഞു എന്ന കാര്യവും പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നീ വെറുതെ അലമ്പുണ്ടാക്കാൻ വന്നേക്കല്ലേ നീ, കൊളാക്കല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്നു. മോനെ, അങ്ങനെ നിൻ്റെ മനസ്സിലുള്ളത് ഓരോന്നായിട്ട് പുറത്തെടുക്കടാ എന്ന് നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. അനിയെ നോക്കി. പാവ അനി ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ ഇരിക്കാം. ഈ സമയം പുറത്ത് പോയിട്ട് നമ്മുടെ നവ്യ വീട്ടിലേക്ക് കയറി വരും. അപ്പോൾ ദേവയാനി അവിടെ ഇരിക്കുന്നു. അപ്പം നവ്യാണെങ്കിൽ ചെറിയ പുഞ്ചിരിയൊക്കെ ആയിട്ട് വരുന്നു. ഈ സമയത്ത് ദേവയാനിയെ കണ്ടപ്പോൾ നവ്യ ഇങ്ങനെ നോക്കി. ദേവയാനി ഇങ്ങനെ നവ്യ അടിമുടി നോക്കിയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പം നവ്യ, എന്തായാലും അമ്മായിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ എന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിലല്ലേ ആദർശനെ നയനെയും ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞത് എന്ന് നവ്യ വന്ന് ചോദിക്കുമ്പം ഗൗരവമൊക്കെ വിട്ടൊന്ന് ചിരിച്ചു. അത് മോളുടെ അനിയത്തിയും ആദർശം കൂടെ ഉണ്ടാക്കിയൊരു കഥയാണ്. അവരെ മോള് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. കണ്ടെന്ന് പറഞ്ഞു. അവരുടനെ വരുമെന്നും നവ്യ പറയാം കേട്ടോ. തൽക്കാലം എൻ്റെ ഇപ്പോഴത്തെ നിലപാട് അറിയാൻ പാടില്ലാത്തവരൊന്നും ഇപ്പം അറിയണ്ട അമ്മായി. അപ്പം എല്ലാം ഉള്ളിലൊതുക്കി നടക്കുമായിരുന്നല്ലേ എന്ന് ദേവയാനി ചോദിച്ചപ്പം അതെ, അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടേ 4-5 മാസമായെന്ന് നവ്യ ദേവയാനിയോട് പറയുക.
ആദർശ് ഈ വീട് വിട്ടു പോയപ്പോൾ ശരിക്കും ഈ വീട് വിട്ടു പോകേണ്ടത് അഭിയാണെന്ന് ഞാൻ പറഞ്ഞത് മോൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ദേവയാനി ചോദിച്ചു. അന്ന് സ്വന്തം തെറ്റുകൾ അറിയാവുന്നതുകൊണ്ട് അഭിയും ജലജയും മിണ്ടാതിരുന്നപ്പോൾ നീയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ പേരിൽ പ്രതികരിച്ചത്. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ആദർശ് പുറത്തു പോയത് എന്തുകൊണ്ടും നന്നായെന്നാണ് നീ പറഞ്ഞത്. ആ സമയത്തൊക്കെ എനിക്ക് അറിയായിരുന്നു ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് അഭിയാണ് എന്നുള്ളത്. അന്ന് എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. എൻ്റെ അച്ഛനോടും അമ്മയോടും നയനയോടും എല്ലാവരോടും എനിക്ക് ദേഷ്യമായിരുന്നു. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും എത്ര നാളാണ് അതെല്ലാവരും മറച്ചു വെച്ചുകൊണ്ട് നടന്നത്. ചന്തമോൾ അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷം എങ്ങോട്ട് പോകണമെന്ന് എനിക്കിതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഞാൻ കടപ്പുറത്ത് പോയി കുറേ സമയം ഇരുന്നെന്നും കടലിലേക്ക് പോകണോ അതോ തിരിച്ച് വീട്ടിലേക്ക് വരണോ ഇതൊന്നും അറിയാതെ അവിടെ ഇരുന്നപ്പോഴാണ് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞത് ഇനിയും എൻ്റെ മുന്നിൽ ജീവിതം ബാക്കിയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ തന്നെയാണ് മോളെ വേണ്ടത്. അതങ്ങനെ തന്നെ വേണം. നമ്മളെ തകർത്തവരെ ജീവിക്കാൻ അനുവദിച്ചിട്ട് നമ്മൾ മരണത്തിന് ഒരു കാരണവശാലും കീഴടങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ അഭിയില്ല എന്ന് കരുതി നിൻ്റെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ദേവയാനി പറഞ്ഞു. നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാൻ ഇവിടെ ആളുണ്ടെന്നും. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാമായി. പക്ഷേ അഭിയുണ്ടല്ലോ, അവൻ കണ്ണുനീര് കുടിക്കുന്നത് എനിക്ക് കാണണം. എന്നെക്കാളും അവൻ ഒരുപാട് കരയണം. അതെനിക്ക് കാണണം. മനസാക്ഷിയുള്ളവനല്ലേ മോളെ അങ്ങനെ കരയത്തുള്ളൂ. അവൻ കരയും. അവൻ കരഞ്ഞ് എൻ്റെ കാല് പിടിക്കും. അതിനുള്ള ആ ഒരു അവസരം വരും. അമ്മായി നോക്കിക്കോ. അതുവരെ ഈ ഒരു അഭിനയം അങ്ങനെ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന കാര്യം ഇങ്ങനെ നവ്യ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. നവ്യ പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ നവ്യ റൂമിലേക്ക് ചെല്ലുമ്പോൾ അഭിമാനം അവിടെ ഇരിപ്പുണ്ട്. എടി നീ ഇതെവിടെ പോയതാണെന്ന് ചോദിച്ചു. ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു. അന്നേരം നവ്യയെ ഇത്തവണ ഓണത്തിന് ഇതുവരെ ഉണ്ടായ നഷ്ടം മാറ്റണമെന്ന് അച്ഛൻ പറയുന്നത് എന്ന് അഭി പറയാണ്. അതിനു വേണ്ടി ഇനി ചതിയുടെയും വഞ്ചനയുടെയും പാതയിലൂടെ എല്ലാം നമ്മൾ പോകുന്നതെന്നും അഭി പറയാം. ഇച്ചിരി നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ബിസിനസ് പിടിച്ചെടുക്കാനാണ് അച്ഛൻ നോക്കുന്നതെന്നും പറഞ്ഞ് എല്ലാ രഹസ്യങ്ങളും പൊട്ടൻ അഭി നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി കൂടുതൽ ഓഫേഴ്സൊക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞു. ആരെയും ആകർഷിക്കുന്ന പരസ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞു. പിന്നെ നിനക്ക് ജോലി കൂടും, ഷൂട്ടിംഗ് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അതേപ്പറ്റി ഇടയ്ക്ക് ഡേവിഡ് സാർ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. കുറച്ച് കൂടുതൽ ദിവസം വർക്കുണ്ടാവുമെന്നും പറഞ്ഞായിരുന്നു. AM ജ്വല്ലറി എൻ്റെ അച്ഛൻ്റെ കമ്പനി ആണെങ്കിലും നമുക്കുള്ള സാലറിയിൽ അച്ഛൻ കുറവൊന്നും വരുത്തത്തില്ല എന്ന് അഭി പറയാം. എന്ന് മാത്രമല്ല ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കാനുള്ള ആ ഒരു പൈസയും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. നമുക്ക് ഈ ഓണം ഒന്ന് കളറാക്കണമെന്നൊക്കെ അഭി ഇങ്ങനെ നവ്യോട് പറയാം കേട്ടോ. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഓണം ഉണ്ണണം എന്നാണ് ഇവിടുത്തെ കാരണവരുടെ ഓർഡർ. ഇത്തവണ ഓണം അങ്ങനെ ഉണ്ടായാലും അച്ഛൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്നൊക്കെ പറയുന്നു. പിന്നെ ഞങ്ങൾ ചെന്നിട്ടേ അച്ഛൻ സദ്യ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഞങ്ങൾ എന്ന് നവ്യ ചോദിച്ചപ്പം അത് പിന്നെ ഞങ്ങൾ എന്നല്ല പറഞ്ഞത്, നമ്മളെന്നാ പറഞ്ഞതെന്ന് അവ തിരുത്തി പറയുക. ഞാനും നീയും നമ്മുടെ കുഞ്ഞും. പിന്നെ അന്നേ ദിവസം ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് നീ പുറത്ത് പോകണമെന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞു. നിനക്ക് എന്തും പറയാമല്ലോ, നീ ഇവിടുത്തെ റിബലല്ലേ എന്നൊക്കെ അഭി ചോദിക്കുക. നിന്നെ തടയാൻ മുത്തശ്ശിന് പോലും ശരിക്കും പറഞ്ഞാൽ കഴിയും. അപ്പോൾ മോഡലിങ്ങും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നതാ. അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് AM ജ്വല്ലറിക്കാരാ. അതിനുള്ള നന്ദി അതെന്തായാലും ഞാൻ കാണിച്ചിരിക്കുമെന്ന് നമ്മുടെ നവ്യ. അപ്പോൾ ഇവരുടെ വീക്ക്നെസ്സിൽ തന്നെ പിടിക്കുന്നതാണ് നല്ലത് എന്ന് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അതെ നവ്യേ, അച്ഛൻ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. ഒരു സിനിമ എടുക്കണമെന്ന്. അതിനുവേണ്ടി ഒരു 5-6 കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണെന്നും എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ആ ബഡ്ജറ്റിൽ എന്തായാലും പടം എടുക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും 2ാം നിരയിലുള്ള താരങ്ങളെ വെച്ചിട്ട് ഒരു പടം എടുക്കാനാണ് അച്ഛൻ നോക്കുന്നതെന്നൊക്കെ അഭി. പിന്നെ ദേ നോക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അതിലെ നായികയായിട്ട് ഞാൻ പറയാതെ തന്നെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു നീ തന്നെ മതിയെന്ന്. അത് കേട്ടിട്ട് നവ്യ ഒരു കുലുക്കും ഇല്ലാതെ നിൽക്കാം. എടി സത്യമായിടി ഞാൻ പറയുന്നേ. അത് കേട്ടപ്പം നീ ചുമ്മാ വെറുതെ എന്നെ കൊതിപ്പിക്കരുത് കേട്ടോ. അല്ലടി, അച്ഛൻ അത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ, സത്യമാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. ഞാനാണ് മുന്നിൽ നിന്ന് എല്ലാം നോക്കുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഞാനായിരിക്കും. പിന്നെ പേര് വയ്ക്കാൻ പറ്റത്തില്ല. പേര് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കൊലപാതകം നടത്തത്തില്ലേ എന്ന് ചോദിച്ചു. അല്ലെങ്കിലും ഈ നല്ല കാര്യങ്ങൾ ആരും അറിയാത്തതാണ് നല്ലതെന്ന് നവ്യ. നിൻ്റെ അച്ഛൻ ഇനി സിനിമ എടുക്കണമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് നീ അച്ഛനെ ചൂടാക്കിക്കൊണ്ടിരിക്കണമെന്ന് നവ്യ പറയാം. ഒരു സിനിമയിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ നമ്മുടെ ഗ്രാഫ് മാറുവണോ എന്ന് നവ്യ. നിന്നെ സ്റ്റാർ ആക്കാൻ അച്ഛൻ തീരുമാനിച്ചതേ മറ്റൊന്നും കൊണ്ടല്ല. നിനക്ക് അങ്ങനെ ഒരു ഇമേജ് കൂടി വന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ ജ്വല്ലറിക്ക് ഗുണം ചെയ്യും. പിന്നെ ഫിലിം സ്റ്റാർ ആണല്ലോ മോഡലാകുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അത് ശരിയാ, അച്ഛനെ ഒരു ബുദ്ധിരാക്ഷസനാ,
നല്ലൊരു ബിസിനസ്മാനുമാണ്. അതുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെടുത്തലിൽ നിന്ന് സകലതും തിരിച്ചു പിടിച്ചതെന്നും അഭി പറയുകയാണ്. ഇത് കേട്ടപ്പം നവ്യ ഇങ്ങനെ നോക്കുന്നു. പക്ഷെ ഇവിടെ ചിലരുടെ മുന്നിൽ അച്ഛന് തല താഴ്ത്തേണ്ടി വന്നു എന്നുള്ളത് നേരാ. അതൊക്കെ താൽക്കാലികം മാത്രമല്ലേ. അവസാനം അച്ഛൻ തന്നെ വിജയിച്ചിരിക്കുന്നതിന് ഒരു സംശയവും വേണ്ട. ഈ തറവാടിൻ്റെ കാരണം വരെ പുറത്താക്കിയിട്ട് ചിലപ്പോൾ ഈ തറവാട് തന്നെ അച്ഛൻ സ്വന്തമാക്കിയെന്ന് വരുമെന്നും അഭി പറയുകയും ചെയ്തു. അതിനെ എൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്നും അപ്പോൾ എൻ്റെയും ഉണ്ടാകുമെന്ന് നവ്യ അഭിയോട് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എല്ലാ സഹായവും ഉണ്ടാകും, നിന്നെയും നിൻ്റെ അച്ഛനെയും തകർക്കാനായിട്ടുള്ള സഹായം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ അവിടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശം നയനയുടെ വണ്ടിയിൽ വരുന്നു. അപ്പോൾ അത് ഇവരുടെ ജീവിതത്തെ പറ്റിയും അതുപോലെ നവ്യയും നയന്തുവും നയനയും ജീവിച്ച ആ ഒരു സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നയന ആദർശനോട് പറയാം. അന്നും ഞങ്ങൾ 3 മക്കളിലെ കുറച്ച് സ്വാർത്ഥതയുണ്ടായിരുന്ന ആൾ നവ്യേച്ചിയാണെന്ന് നയന ഇങ്ങനെ ഇവരോട് ആദർശനോട് പറയുന്നു. ആ ചേച്ചി പക്ഷേ ഇവിടെ ഇപ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്തതെന്ന് പറഞ്ഞു. അന്നേരം നിന്നേക്കാളും 1-2 വയസ്സല്ലേ അവൾക്ക് കൂടുതലുള്ളൂ. അപ്പോൾ എന്തായാലും അഭിയെ ഒഴിവാക്കിയതിന് ശേഷം അവൾക്ക് മറ്റൊരു ബന്ധം ആലോചിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട ആദർശേട്ടാ, അതിനൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കത്തില്ല ചേച്ചി ഇപ്പോൾ ഉള്ളതെന്ന് നവ്യ പറ്റി പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നയനയുടെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല ചേച്ചിയാ വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് നയന കോൾ എടുത്തു കേട്ടോ. ആ സമയത്ത് പറഞ്ഞു ചേച്ചി, അപ്പോൾ അതെ ഇത്തവണത്തെ ഓണത്തിന് കാടിളക്കി പരസ്യം ചെയ്യാനാ ഏഞ്ചുലർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നവ്യ നയനയ്ക്ക് ന്യൂസ് കൊടുക്കുവാണ്. അതുമാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയും വാങ്ങണില്ല എന്ന കാര്യവും അതുകൂടാതെ പല ഓഫേഴ്സും കൊടുക്കുന്നുള്ള കാര്യവും ഒന്ന് ശ്രദ്ധിക്കണേന്നും പറഞ്ഞു കൊടുത്തപ്പം എല്ലാം ശ്രദ്ധിച്ചോളാം ചേച്ചിയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഇത്തവണ ഓണത്തിന് ജ്വല്ലറിക്കാർ പണിക്കൂലി ഈടാക്കുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന കാര്യം നയന ആദർശനോട് പറയണം. അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓണത്തിന് നമ്മൾ ഫുട്ബോൾ പ്രവചന മത്സരത്തിൽ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ഓഫറുകളും നമ്മളും കൊടുക്കുന്നുണ്ട്. ഒരിക്കലും പണിക്കൂലി ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം വളഞ്ഞ വഴിയിലൂടെ വരുന്ന സ്വർണ്ണം അല്ലല്ലോ നമ്മളുടേത്. പിന്നെ നമ്മളെ വിശ്വാസമുള്ളവർ അവിടെ വന്നേ സ്വർണ്ണം വാങ്ങത്തുള്ളൂ എന്ന് ആദർശ് അഭിയുടെ അടുത്ത് നിന്ന് ചേച്ചി ചോർത്തിയതായിരിക്കും ഈ വിവരങ്ങളൊക്കെ. അതങ്ങനെ തന്നെ തുടർന്നോട്ടെ എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. വീട്ടിനകത്തൊരു ചാരനെ പോലെയാണ് അഭി നിൽക്കുന്നതെന്നും അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുക്കുന്ന ഒരാൾ നമുക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു. അല്ലെങ്കിൽ തറവാടിനകത്തൊരു ശുദ്ധികലശം തന്നെ നടത്തേണ്ടി വരും, അതും അഭിയെ പുറത്താക്കിയിട്ട്. അതൊക്കെ മുത്തശ്ശൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളുമെന്നും ആദർശ് ഇങ്ങനെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്ന മുത്തശ്ശനെയാണ്. അപ്പം മുത്തശ്ശൻ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മുത്തശ്ശൻ്റെ അടുത്തേക്ക് മുത്തശ്ശി വരിക. അതെ, പത്രത്തിൽ നെടുനീളത്തിൽ ഇപ്പോഴും മാവന്മാർ പരസ്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് മുത്തശ്ശൻ ചിരിക്കുക. ആ നാഗേന്ദ്രൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യവും ഇല്ല, പരസ്യത്തിന് കുറച്ച് പൈസ കളയാം എന്നുള്ളതല്ലാതെ നമ്മളെ തോൽപ്പിക്കാൻ ഇനി അവർക്ക് പറ്റില്ല എന്നും അതുപോലെ കരുത്തനാണ് നമ്മളുടെ MD എന്ന് പറഞ്ഞു മുത്തശ്ശൻ. നമ്മുടെ MD ആദർശല്ലേ എന്ന് മുത്തശ്ശി. അവൻ കരുത്തനാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അതെ, 2 ആൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്നും പറഞ്ഞു. അനിയത്തിമാരും ചേച്ചിയായിട്ട് ഒന്നിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഒരു അന്തം വിട്ടിങ്ങനെ നോക്കുക. നവ്യ ഇത്രയും നാൾ നമ്മുടെ മുന്നിൽ കാണിച്ചതൊക്കെ അഭിനയമായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞെട്ടി. ശരിക്കും അങ്ങനെയാണോ? അവൾ നേരത്തെ തന്നെ അഭിയുടെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞതായിരുന്നെന്നും ദേവയാനി പറയുന്നത് നേരാണോ മോളെ? അതെ അമ്മേ. ആദർശും നയനയും നവ്യയുടെ നാടകം പൊളിച്ച് കയ്യിൽ കൊടുത്തു. അവരോട് നടന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ട് നവ്യ ഇപ്പം തിരിച്ചു വന്നതേ ഉള്ളൂ എന്ന കാര്യം ദേവയാനി പറയുക. ഇടയ്ക്ക് ആദർശ് നമ്മളോടൊക്കെ പറയുന്നില്ലായിരുന്നോ ഏതോ അജ്ഞാതൻ അവനെ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ? അതാരാണെന്നറിയോ? നവ്യയുടെ കൂട്ടുകാരിയായിരുന്നു എന്ന കാര്യം പറഞ്ഞ് നവ്യയാണ് ആ കൂട്ടുകാരിക്ക് എല്ലാം ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നതെന്നും പറയുകയാണ്. അപ്പോൾ നവ്യ ജ്വല്ലറിയുടെ മോഡലായിട്ട് പോയതൊക്കെ അവിടുത്തെ വിവരങ്ങൾ ചോർത്താനായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം അതെ അച്ഛാ, അഭി ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവനെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു വേഷം തന്നെ കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പിന്നെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു. ചെറിയൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ആദർശിൻ്റെ നയനയുടെയും കാര്യം പിന്നെ അറിയാമല്ലോ. അതിൻ്റെ പിന്നാലെ അവരങ്ങ് പോയി. അങ്ങനെ പോയപ്പോഴാണ് സത്യങ്ങളും മനസ്സിലായതെന്ന കാര്യം പറഞ്ഞ് എന്ന് വെച്ചാൽ അഭി നവ്യോട് ചെയ്ത് മാപ്പ് അർഹിക്കാത്ത തെറ്റുകളൊക്കെ അറിഞ്ഞിട്ടാണ് നവ്യ ഇപ്പോഴും അവനോടൊപ്പം ജീവിക്കുന്നതല്ലേ എന്ന് മുത്തശ്ശൻ എന്തേലും ചോദിച്ചു. അതെ അച്ഛാ, അങ്ങനെ തന്നെയാന്ന് ദേവയാനി. എന്നിട്ടും നവ്യ അവനെ കൊല്ലാതിരുന്നത് ഭാഗ്യം. കൊന്നില്ല,
പക്ഷെ കൊല്ലാതെ കൊല്ലാനാ അവളുടെ തീരുമാനമെന്ന് ദേവയാനി. ഇത് കേട്ട് കഴിഞ്ഞപ്പം നവ്യയെ കരുതി മാത്രമാണ് അബിയെ നമ്മൾ ഇപ്പോഴും ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നതെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു. അവനിപ്പോൾ നാഗേന്ദ്രനുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. അതല്ലാതെ അവൻ AN ജ്വല്ലറിയുടെ മാനേജറാകാനൊന്നും സാധിക്കില്ല എന്നും, എന്നിട്ടും ഞാൻ അവനോട് ക്ഷമിച്ചത് നവ്യയെ കരുതി മാത്രമാണെന്ന് മുത്തശ്ശൻ. ഇനിയിപ്പോൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ നവ്യ എന്ത് തീരുമാനം എടുത്താലും നമ്മൾ അവൾക്കൊപ്പം തന്നെ നിൽക്കുകയാണ് വേണ്ടതെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു. ഇതുവരെ നവ്യ സത്യങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് അഭിയും ജലജ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പം എന്നായാലും അവരെല്ലാം ഇത് അറിഞ്ഞല്ലേ പറ്റുമെന്ന് ചോദിച്ചു മുത്തശ്ശി. അങ്ങനെ അറിയുന്ന സമയത്ത് നവ്യ പറയുന്നത് നമ്മൾ കേൾക്കണമെന്ന് മുത്തശ്ശൻ പറയാം. നമ്മൾ വളർത്തിയവനാണ് അഭി. അങ്ങനെയുള്ള ഒരുത്തൻ നവ്യയെ ചതിയിൽപ്പെടുത്തിയാണ് കല്യാണം പോലും കഴിച്ചതെന്നും, എന്നിട്ട് സ്നേഹം നടിച്ച് ഇത്രയും നാൾ അവളെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നില്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അതിനുള്ള ശിക്ഷ അതെന്താണോ അത് നവ്യ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ പറയുന്നത് 100% സത്യ. പിന്നെ ഇത്രയും കാലം നമ്മളോട് പുറമേ ദേഷ്യം പ്രകടിപ്പിച്ച് നടക്കാമായിരുന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായിരുന്നു എന്ന് ദേവയാനി. മനസ്സുകൊണ്ട് അവൾ കരയുകയായിരുന്നുവെന്നും, അതുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുക മാത്രമല്ല അച്ഛാ, ഇനി അവളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാനും പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്രായമല്ലേ, ഇനി മറ്റൊരു വിവാഹത്തിന് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന കാര്യങ്ങളും ദേവയാനി ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറയുന്നു. അതും പറഞ്ഞ് അവർ ദേവയാനി അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി അബി പടിയിറങ്ങി പോകേണ്ട സമയമായി അല്ലേ? സമയം കഴിഞ്ഞെന്ന് പറയടോ. എന്തായാലും നവ്യ മിടിക്ക് തന്നെയാണ്. അബി ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് അതേ നാണയത്തിൽ തന്നെയല്ലേ അവൾ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ജാനകി അടുക്കളയിൽ പച്ചക്കറി അരിയുന്നു. ദേവയാനി അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുത്തിത്തിരിപ്പിന് ഇതേ വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജത്തമ്പുരാട്ടി വന്നപ്പോൾ രണ്ടുപേരും അടുക്കളയിൽ ജോലി ചെയ്യല്. ഇത് കണ്ടപ്പോൾ ആശാത്തിക്ക് സഹിച്ചില്ല. ഇടിച്ചു കയറി അങ്ങ് വരുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കണോ ഏട്ടത്തി എന്ന് ചോദിച്ചു ജലജ വന്നപ്പം. നിനക്ക് ഈ സഹായിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു ദേവയാനിയെ. അയ്യോ അല്ലെങ്കിൽ വേണ്ട എൻ്റെ പൊന്നോ, എൻ്റെ മോളെ 7-ാം മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോകത്തുള്ളൂ. അതുവരെ മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ദേവയാനി പറയാം. അപ്പോൾ ചലിച്ചു ഇങ്ങനെ നോക്കുവാണ്. നിന്നെ അടുക്കളയിൽ കയറ്റിയാ നീ ഇതിൽ എന്തൊക്കെ ചേർക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയും. ഇപ്പോഴും ഏട്ടത്തിക്ക് എന്നെ വിശ്വാസം ഇല്ലേ എന്ന് ജലജ ചോദിച്ചപ്പം തീരെ ഇല്ല എന്ന് പറഞ്ഞു. നിനക്ക് പോലും വിശ്വാസം കാണത്തില്ലല്ലോ, പിന്നെയല്ലേ എനിക്കെന്ന് ദേവയാനി അന്നേരം പറയാം. അന്നേരം ഞാൻ അവന്തിക മോളുടെ കാര്യം ഏട്ടത്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ജാനകി. അനി അവൾ ഇപ്പോഴും പെങ്ങളാണെന്നും പറഞ്ഞ് നടക്കുകയല്ലേ എന്ന് ചോദിച്ചേ. അതൊക്കെ അവൻ രക്ഷപ്പെടാൻ വേണ്ടി പറയല്ലേ. അവനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ തന്നെ തളച്ചിടണമെന്ന കാര്യം ജാനകി പറയുന്നു. ഒരു കാരണവശാലും അവൻ അന്യ വീട്ടിൽ നിന്ന് പെണ്ണു കൊണ്ടുവരാൻ പാടില്ല എന്നും ജാനകി. ആ നന്ദുവിനെ തീരെ പാടില്ല. നന്ദുവും നവീനും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവല്ലേ, അതുകൊണ്ട് ഇനി അവളെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് ഈ ജലജ ജാനകിയോട് പറയുക. അവൻ വേറെ ആരെയും ഇനി മനസ്സിൽ കയറ്റാതിരുന്നാൽ മതിയെന്ന് ജലജ. പിന്നെ അവന്തിക മോളാണെങ്കിൽ ആകെ നിരാശയില്ല. ഏട്ടത്തി വിചാരിച്ചാൽ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ജാനകി ദേവയാനിയോട് പറഞ്ഞപ്പം ഞാൻ വിചാരിക്കില്ല. ഇനി ഞാൻ അവനോടെ അവന്തിക മോളെ കല്യാണം കഴിക്കാൻ എങ്ങാനും പറഞ്ഞാൽ അവൻ എന്നെ വെറുക്കുമെന്ന് പറഞ്ഞു ദേവയാനിയെ. എന്തായാലും അവൻ അവൻ്റെ നയം വ്യക്തമാക്കിയതാണല്ലോ അല്ലേ എന്ന് ദേവയാനി ചോദിക്കാം. നന്ദുവും നവീനും തമ്മിലുള്ള കല്യാണം നടക്കാൻ ഉള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ സംഭവിച്ച അനിയുടെ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നൊന്നും ആരും കരുതണ്ടെന്നും ദേവയാനി ഇവരോട് പറഞ്ഞു. പിന്നെ അവനങ്ങനെ പിടി തരുമെന്നൊന്നും എനിക്ക് തോന്നണില്ലാന്നും. പറഞ്ഞോണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. നീ വിഷമിക്കേണ്ട ജലജ, നന്ദുവിൻ്റെയും നവീൻ്റെയും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് അവനെ ഞാൻ വഴിക്ക് കൊണ്ടുവന്നോളാം എന്ന് ജാനകിയുടെ ഭാഗ്യ ഒരു ഡയലോഗും കൂടി. ജലജ അതും പ്രതീക്ഷിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്തായാലും ഈ ഒരു സംഭവം കാര്യങ്ങളും കഴിഞ്ഞു. നയനയും ആദർശം പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക. അപ്പോൾ ദേവയാനി ഇറങ്ങി ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ കയറി വരുന്നത്. മോള് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ദേവയാനി ചോദിച്ചു. അത് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കും അമ്മേ, എത്ര നാൾ കൂടിയിട്ടാണ് ചേച്ചി അനിയത്തി ഒന്നിച്ചതെന്ന് ആദർശ് പറയുക. ചേച്ചിയുടെ മനസ്സ് ഇത്ര ശുദ്ധമാണെന്നേ ഞാൻ ഇന്ന് അമ്മ അറിയണേന്നേ നയനെ അന്നേരം പറയുക. ഞാനേ അതുകൊണ്ട് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് ദേവയാനി പറഞ്ഞു. ഇപ്പോഴും ഈ നാടകം അവസാനിക്കാത്തത് കൊണ്ട് ജലജയുടെ ഒക്കെ മുന്നിൽ വെച്ച് അവൾക്ക് സ്നേഹത്തോടെ ആഹാരം വിളമ്പി കൊടുക്കാൻ പോലും പറ്റില്ല എന്ന് നമ്മുടെ ദേവയാനി അന്നേരം പറഞ്ഞു. എന്നാലും ഈ സന്തോഷം അങ്ങനെയെങ്കിലും പങ്കുവയ്ക്കണമെന്ന് തോന്നി. മുത്തശ്ശനോടും പറഞ്ഞോ അമ്മയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു. അവരും ഭയങ്കര സന്തോഷത്തിലാണ് മോളെ. അതെ, അറിയേണ്ടവർ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അതെനിക്ക് അറിയാവല്ലോ മോളെ. നിങ്ങൾ രണ്ടാളും ഈ വീട് വിട്ടു പോയതിനു ശേഷം സന്തോഷിച്ച് നടന്നൊരു ജലജയും അഭിയും ഇവിടെയുണ്ട്. അതിന് ഒരു തിരിച്ചടി കിട്ടണം, അതെനിക്ക് കാണണം.
അബിയെ ഇവിടുന്ന് പുറത്താക്കണം, നവ്യ തന്നെ, അതാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് എന്താ അമ്മേ ശരിക്കും പ്രയോജനം? അവൻ പോയാലും അവനിപ്പോൾ പുറത്ത് സ്വീകരിക്കാൻ അവൻ്റെ അച്ഛനില്ലേ? അവൻ ചെയ്ത തെറ്റിന് അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുമല്ല വേണ്ടത്, ഇവിടുന്ന് നേരെ പോകേണ്ടത് ജയിലിലേക്ക് ആയിരിക്കണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊക്കെ അബിയോട് സിമ്പതി കാണിച്ചാലും നവ്യ അത് കാണിക്കില്ല. അവൾ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നതെന്ന് ആദർശ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സംസാരം കാണിച്ചുകൊണ്ടും നവ്യ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടും ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.